എളിമ, ഒരു മുഖ്യമന്ത്രിയാന്നുള്ളതിന്റെ ഒരു ഇതൊന്നും കാണിക്കാതെ അപ്രോച്ചബിൾ ആയിരുന്നല്ലോ ഭയങ്കരമായിട്ട് ഡെവലപ്മെന്റ്സും മറ്റാരും ചെയ്തതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ആഫ്റ്റർ നെഹ്റു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആര്? ജനാഭിപ്രായം തേടാം. ചേട്ടാ, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് തോന്നിയിട്ടുള്ളത് ആരെയാണ്? ഉമ്മൻചാണ്ടി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യക്തിയെ? അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി കൊണ്ടും പിന്നെ അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ്, കോട്ടയംകാരനാണ് അദ്ദേഹം. ഞാനൊരു കോട്ടയം സ്വദേശിയാണ്. പുതുപ്പള്ളിയാണ് അദ്ദേഹത്തിന്റെ നാട്. അങ്ങനെ അദ്ദേഹത്തെ വ്യക്തിപരമായി നമുക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ പിന്നീട് വന്ന മുഖ്യമന്ത്രിമാരൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് എന്നല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ശൈലി ഇപ്പോഴത്തെ ഉള്ളവരുടെ ശൈലിയായിട്ട് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. എല്ലാവരും സെപ്പറേറ്റ് ആണല്ലോ, അവരുടെ ജീവിത രീതികൾ, കാര്യങ്ങൾ, ഭരണ രീതിയെല്ലാം വരുന്നത്. അതുകൊണ്ട് പറഞ്ഞത് പൊതുജനങ്ങളോടും നാട്ടുകാരോടും ഞാൻ അവിടെ സഹകരണം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നും. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയാണ്. നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ പള്ളിയിലൊക്കെ ആണെങ്കിലും വെച്ച് അങ്ങനെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ വന്നു കഴിയുമ്പോൾ കൂടുതൽ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇടപെടുന്ന രീതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ അത്രയധികം ജനങ്ങളും തീർച്ചയായിട്ടും. ചേട്ടാ, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിട്ട് ചേട്ടന് തോന്നിയിട്ടുള്ളത് ആരെയാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹം നല്ലൊരു മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ സാധിച്ചത്? എല്ലാ ജനങ്ങളെല്ലാം ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ഒരാൾ. അതിനുശേഷം വന്ന മുഖ്യമന്ത്രിമാരെല്ലാം അത്രയധികം സ്വാധീനം ചെലുത്തിയിട്ടില്ലേ ജനങ്ങളോട്? ഉണ്ടോന്ന് ചോദിച്ചാൽ പിന്നെ വന്നവരെല്ലാം ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരാളേ ഉള്ളൂ. 100% അദ്ദേഹം മാത്രമാണ്. അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ, ഭരണ കാര്യങ്ങളൊക്കെ ചേട്ടന് അത്രയധികം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്. അതെ അതെ. ചേട്ടാ, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിട്ട് തോന്നിയിട്ടുള്ളത് ആരെയാണ്? മികച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇപ്പോ നാഷണൽ ഹൈവേന്റെ തന്നെ കാര്യങ്ങള്, ഒരുപാട് കാര്യങ്ങള് പുതിയതായിട്ടുള്ള കഴിഞ്ഞ ഗവൺമെന്റിലും ഇപ്പം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം നല്ലൊരു മുഖ്യമന്ത്രി ആയതുകൊണ്ടാവാനല്ലേ വീണ്ടും ഭരണ തുടർച്ച? അതെ അതെ, തുടർച്ചയായിട്ട് ഒരു മുഖ്യമന്ത്രി ഒരു ഭരണം കഴിഞ്ഞ് പിന്നെയും അതുപോലെ തന്നെ രണ്ടാമതും അധികാരത്തിൽ വന്നത് ആദ്യമായിട്ടാണ്. ഇനിയും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു മാറ്റത്തിന് ഇതുവരെ ഉള്ളതില് ഇത്രയും നാളും ഭരിച്ച മുഖ്യമന്ത്രി എന്ന നിലയിൽ ഏത് മുഖ്യമന്ത്രിയായിട്ട് ഏറ്റവും നന്നായി തോന്നുന്നത്? ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രിയെ തന്നെയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം മികച്ച മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത്? അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളും ഇതുവരെ നമ്മൾ കാണാത്ത, മറ്റാരെയും മോശപ്പെടുത്തി പറയല്ല, ഇതുവരെ നമ്മൾ കാണാത്ത പല തീരുമാനം എടുക്കുന്നതിനും ഒരു മടി കാണിക്കുന്നില്ല. കുറച്ചൊക്കെ എതിർപ്പുണ്ടെങ്കിലും സ്റ്റേറ്റിന്റെ ഒരു മികച്ച പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം നിലകൊള്ളുന്നതാണ് തോന്നുന്നത്. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറയാം? EMS നമ്പൂതിരിപ്പാടാണ് കേരളം കണ്ടതിൽ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിട്ട് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു പേര് പറയാൻ കാരണമായത്? അതായത് അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കരണങ്ങൾ, ജനങ്ങളോടുള്ള ആ ഒരു കൂറ്, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച്? ജനങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് അയാൾക്കുണ്ടായിരുന്നല്ലോ. പണ്ട് കാലത്തെ അയാള് ജനങ്ങളോടൊപ്പം നിന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തോടൊപ്പം എത്തി നിൽക്കാനുള്ള ഒരു മുഖ്യമന്ത്രി ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അതിനോടൊപ്പം പാവങ്ങളോടൊപ്പം നിൽക്കാനുള്ള ഒരു മുഖ്യമന്ത്രി അതിനുശേഷമായിട്ട് തോന്നുന്നില്ല. പിന്നെ VS കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നിലവിലുള്ള മുഖ്യമന്ത്രി ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ലെന്നാണ്? ലെവലിലെത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അത്രത്തോളം എത്തിയിട്ടില്ല. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യ EMS-നോളം വന്നിട്ടില്ല എന്നാണല്ലേ ചേട്ടന്റെ പൊതുവെ ഉള്ള അഭിപ്രായം? കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിട്ട് തോന്നിയിട്ടുള്ളത് ഏത് വ്യക്തിയാണ്? ഞാൻ പറയാം ഉമ്മൻചാണ്ടി. എന്തുകൊണ്ടാണ്? മൂപ്പരൊരു ജനസമ്മതനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് എന്തിനും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, ഭയങ്കര അങ്ങനത്തെ ഒരു അലിവുള്ള മനസ്സിലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ അഭിപ്രായം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിട്ടും തോന്നിയിട്ടുണ്ട്. നമ്മള് മരിച്ചപ്പോ കണ്ടതാണല്ലോ ആൾക്കാർ ഒഴുകി വന്നത് കാണാൻ വേണ്ടിട്ട്. അതുകൊണ്ട് എനിക്ക് വ്യക്തിത്വം കൊണ്ട് തന്നെയാണ് വിനയം, എളിമ, ഒരു മുഖ്യമന്ത്രി എന്നുള്ളതിന്റെ ഒരു
ഇതൊന്നും കാണിക്കാതെ അപ്രോച്ചബിൾ ആയിരുന്നല്ലോ ഭയങ്കരമായിട്ട് എല്ലാവരുടെ അടുത്തും. അതെനിക്ക് ഭയങ്കര നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നീട് വന്ന മുഖ്യമന്ത്രിമാരൊന്നും അദ്ദേഹത്തിനോളം എത്തിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും. അതിനുശേഷം പിണറായി വിജയനാണല്ലോ വന്നിട്ടുള്ളത്. മൂപ്പരെന്താ എത്തിയിട്ടില്ല. ഇല്ല. ഇല്ല. ഇനിയിപ്പോ അതുപോലുള്ള ഒരു മുഖ്യമന്ത്രി വരട്ടെ എന്നാണല്ലോ ആഗ്രഹം അല്ലേ? ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തി മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും വരുമെന്നറിയില്ല, പക്ഷെ ഉറപ്പായിട്ടും വന്നാ നല്ലത്. ചേട്ടാ, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഒരു വ്യക്തിഗതമാണ്. ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ട് അതിനുശേഷം വന്ന മന്ത്രിസഭയിൽ നിന്നും അത്ര മികച്ച ഒരു മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല. EMS ഒക്കെ ഉണ്ടായിരുന്നു അതിന് ഒരേ കാലത്ത്. അച്ഛനും വലിയ കുഴപ്പമില്ല. പിന്നെ ഇങ്ങോട്ടുള്ള മുഖ്യമന്ത്രിമാരെല്ലാം അതിനെ പറ്റിയൊക്കെ പറയുന്നില്ല. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറയാം. ഉമ്മൻചാണ്ടി സാറാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം മികച്ചതാണെന്ന് പറയാൻ സാധിക്കുന്നത്? അദ്ദേഹം ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇപ്പം ഞാനൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ മരണശേഷമാണ്. ഇപ്പൊ നമ്മൾ കണ്ടിരുന്നു അദ്ദേഹം മധ്യ സമയത്തുള്ള ജനങ്ങളുടെയും അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും, പിന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മടി കൂടാതെ ഏത് സമയവും അദ്ദേഹത്തിന് അടുത്ത് ചെന്ന് കാണുകയും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യാം. അപ്പൊ അതൊക്കെ തന്നെയാണ് ഒരു മുഖ്യമന്ത്രി എന്നതിലുപരി ജനങ്ങളുടെ ഒരു നേതാവ്, ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു നേതാവായിട്ടാണ് നമുക്ക് ഉമ്മൻചാണ്ടിയെ. അതെ, എന്റെ അറിവിൽ അദ്ദേഹമാണ്. അതിന് മുന്നേ ഉള്ള മുഖ്യമന്ത്രിമാർ നല്ലതുണ്ടാവാം. എനിക്ക് അദ്ദേഹത്തിനെയാണ് കൂടുതലും നല്ലതാണെന്ന് മനസ്സിലായിട്ടുള്ളത്. അതിനുശേഷം വന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അത്രയും അത് പറയാൻ ഞാൻ ആയിട്ടില്ല. കാരണം എനിക്ക് അത്രയും പറയാനുള്ള അറിയില്ല. പക്ഷെ എനിക്ക് എന്റെ ഒരു അറിവില് ഇതാണ്, ഉമ്മൻചാണ്ടി സാറിനെയാണ് കൂടുതലും. പിന്നെ ആന്റണി സാർക്ക് കുഴപ്പമില്ല, പക്ഷെ എന്നാലും എനിക്ക് കൂടുതലും ഉമ്മൻചാണ്ടി സാർ. ആന്റണി സാർ അതിന് മുന്നേ വന്നതാണ്. പിന്നെ അതിന് മുന്നേ ഉള്ളതൊക്കെ ഉണ്ട്, പക്ഷെ അവരെയൊന്നും പറ്റി പറയാറായിട്ടില്ല. ആയിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിനെ പോലെ ഒരാളാണോന്നുണ്ട്. കാരണം വിദ്യാർത്ഥികളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഏത് സമയത്തും നമുക്ക് പോയി പറയാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ PSCയിലാണെങ്കിലും കൂടുതലും അഡ്വൈസ് ഒക്കെ സാറിന്റെ കാലഘട്ടത്തിലാണ് വന്നിട്ടുള്ളതെന്നാണ് എന്റെ ഒരു അറിവ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി സാറ് തന്നെയാണ്. എന്തുകൊണ്ട് ജനങ്ങളോട് അത്ര ഇടപഴകി സംസാരിക്കുന്നത് കൊണ്ടും ജനങ്ങളുടെ നേതാവ് എന്നതുകൊണ്ടുമാണ് ഉമ്മൻചാണ്ടി സാറിന് ഇത്ര പ്രിയപ്പെട്ടതാക്കിയത്. ഇനി അദ്ദേഹത്തെ പോലെ ഒരു മുഖ്യമന്ത്രി വരട്ടെ എന്നാണ് ആഗ്രഹം. ചേട്ടാ, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരെ പറയാം? സംശയമൊന്നുമില്ല, ഉമ്മൻചാണ്ടിയാണ്. എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള അത്രയും ദീർഘവീക്ഷണപരമായിട്ട് ഒരു ഡെവലപ്മെന്റ്സും മറ്റാരും ചെയ്തതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ആഫ്റ്റർ നെഹ്റു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം അത്ര ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ അനാവശ്യമായ വ്യക്തിഹത്യ ചെയ്ത് അല്ലെങ്കിലും അഴിമതികാരമാകും. ഇപ്പൊ മാർക്കോ തന്നെ ഉണ്ടില്ലേ, ഇപ്പൊ എല്ലാം ഒരാവശ്യമില്ലാത്ത ഒരു സ്ത്രീയുടെ പേരിൽ ആ മനുഷ്യനെ ക്രൂശിച്ചു. ഒരു കാര്യമില്ലായിരുന്നു. കാരണം ഒരുതരം ഇടതുപക്ഷത്തിന്റെ ഒരു അവര് പറയുമ്പോ എന്താ പറയാ, പ്രതിപക്ഷ ബഹുമാനം വേണമെന്ന് പറയും. അത് അവര് അധികാരത്തിന് പുറത്ത് വെക്കുമ്പോൾ അതൊരിക്കലും കാണിക്കാറുമില്ല. അപ്പൊ അതിന്റെ ഒരു ഇരകളായി ജനങ്ങളും മാറി. നാട്ടുകാർ പറഞ്ഞ പരദൂഷണം കേട്ട് അതിന് സത്യസന്ധനായും ദീർഘവീക്ഷണമുള്ള ശക്തനായ ഒരു നേതാവിനെ വെറുതെ കരുതി വെച്ച് കാണിച്ചു. അദ്ദേഹം തുടക്കമായിട്ടാണല്ലോ വിഴിഞ്ഞവും ഉൾപ്പെടെയുള്ള ഇപ്പം ഇവര് വലിയ വലിയ ഹൈവേയുടെ കാര്യം പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ക്യാമ്പയിൻ നടക്കുന്നു. ഈ ഹൈവേകളൊക്കെ തിരുവനന്തപുരത്ത് വരാൻ പോണത് വിഴിഞ്ഞത്തിന്റെ മെച്ചം കൊണ്ടാണ്. വിഴിഞ്ഞം ആരും കൊണ്ടുവന്നു, ആരെ എതിർത്തു, അതൊക്കെ ജനം മനസ്സിലാക്കണം. കാരണം ഇനി എന്ത് ഡെവലപ്മെന്റ്സ് തിരുവനന്തപുരം ഇപ്പം കേരളത്തിലെ ഏറ്റവും ജീവിക്കാൻ ഒട്ടും സൗകര്യമില്ലാത്ത ഒരു സിറ്റിയായി മാറിയിരിക്കുക. ഇനി ഒരു 5-10 വർഷത്തിനുള്ളിൽ അത് മറ്റ് ജില്ലകളെ കടത്തിവിട്ടും, മറ്റു സംസ്ഥാനങ്ങളെയും കടത്തിവിട്ടും. പക്ഷേ അതിനൊക്കെ കാരണം വിഴിഞ്ഞം തുറമുഖമാണ്. ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഇമ്പാക്ട് ഇനി വരും വർഷങ്ങൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന എനിക്ക് തോന്നുന്നു. അതൊക്കെ നമുക്ക് ഉമ്മൻചാണ്ടിയുടെ കടപ്പാടുണ്ടാവണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ആ ഒരു ഭരണകൂടത്തിന് ഇവിടെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണം നടത്താൻ സാധിച്ചിട്ടുള്ളൂ. ഇപ്പോഴൊക്കെ നമുക്ക് ജനാധിപത്യമില്ല, ഒരു പാർട്ടി ആധിപത്യം അല്ലെങ്കിൽ ഏകാധിപത്യം പരമായിട്ടുള്ളത്. കാരണം അണികൾക്ക് പോലും സ്വതന്ത്രമായ ഒരു നിലപാടോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്ക് അതീതമായിട്ട് അവർക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുന്നില്ല. കോൺഗ്രസിന് അതുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇപ്പൊ ഏത് പാർട്ടി എടുത്തു നോക്കിയാലും കോൺഗ്രസിനെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു നിലപാട് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. മറ്റെല്ലാവരും
പറയുമ്പോൾ ഭയങ്കര പ്രസംഗിക്കും, പക്ഷെ പ്രവൃത്തിയിൽ നേരെ മറിച്ചാണ്. അപ്പൊ ഇന്ത്യ ഒരുപാട് ജനങ്ങളും മതങ്ങളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ബഹുസ്വരതയുടെ രാജ്യമായതുകൊണ്ട് തന്നെ ആ ബഹുസ്വരത ജനാധിപത്യത്തിൽ അധിഷ്ഠിതമാണ്. അത് ലോകത്ത് ഒരു രാജ്യത്തും അത് പറ്റത്തില്ല. ഇന്ത്യ ഇനി മനഃപൂർവ്വമായിട്ട് BJP ഉൾപ്പെടെയുള്ള ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും അതൊരിക്കലും വിലപ്പോവില്ല. അത് ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനേ സാധിക്കുള്ളൂ. അപ്പൊ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരാള് ഇനി മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ കേരളത്തിന് വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ എനിക്കത് എടുത്തു പറയാൻ പറ്റുള്ളൂ. കാരണം ഞാനിപ്പം കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും അതിൽ കഴിവുള്ളവരെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കോൺഗ്രസിൽ ഇനിയും ചെറുപ്പക്കാരുണ്ട്. ഇപ്പൊ കോൺഗ്രസ് ഇപ്പൊ BJP തന്നെ നോക്കിയാൽ അവരായിട്ട് സംഭാവന ചെയ്ത ആരുമില്ല. അവർ സംഭാവന ചെയ്തവർക്കൊന്നും വിദ്യാഭ്യാസവും ഇല്ല, 5ന്റെ വിവരവും ഇല്ല. അവർ പറയുന്നതൊക്കെ വർഗീയതയാണ്. പക്ഷെ അവരിലേക്ക് വന്ന മറ്റു പ്രമുഖരൊക്കെ കോൺഗ്രസിൽ നിന്ന് വന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇപ്പൊ കേരളത്തിൽ ഒരുപാട് പേരുണ്ട് കോൺഗ്രസിൽ തന്നെ. മറ്റേ രാഹുൽ മാങ്കൂട്ടത്തില് യുവ നേതാവ്, പിന്നെ ഷാഫി പറമ്പിൽ, പിന്നെ ശബരിനാഥ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ ഇപ്പൊ രമേശ് ചെന്നിത്തലയൊക്കെ വെറുതെ ഘോഷിച്ചത്. അങ്ങനെയൊക്കെ നല്ല ദീർഘവീക്ഷണവും കഴിവുള്ള നേതാവായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാള് തന്നെ ഇനി ഒരു മുഖ്യമന്ത്രിയായി വരട്ടെ എന്ന് നമുക്ക്. ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെ ചാണ്ടി ഉമ്മൻ വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. നല്ല ദീർഘവീക്ഷണവും, കാരണം പറയുന്നത് പ്രവർത്തിക്കുന്നത് വേറെ എന്നുള്ള രീതിയല്ല അവർക്കൊക്കെ. അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിട്ട് തോന്നിയിട്ടുള്ള വ്യക്തിയുടെ പേര് പറഞ്ഞു. ഉമ്മൻചാണ്ടി. പിണറായി വിജയൻ. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞത്? നല്ല ഭരണമായിരുന്നു, ആൾക്കാരുടെ കഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് പ്രവർത്തിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടി. അതെ, ഒരു സാധാരണ മനുഷ്യന്റെ കഷ്ടപ്പാടെല്ലാം അറിഞ്ഞ് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യനായിരുന്നു. ഒരു ജനങ്ങളുടെ നേതാവായിരുന്നു അദ്ദേഹം. പിന്നീട് വന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തെ പോലെ ആയിട്ടില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? വലുതായിട്ട് എന്നുവെച്ചാ അദ്ദേഹത്തിന്റെ ലെവലിൽ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല. ഇനി അദ്ദേഹത്തെ പോലെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ഉണ്ടാകുമോ? ഉണ്ടാവുന്ന പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത്? അത് നല്ല ഭരണമാണ്. കോവിഡ് സമയത്തും എല്ലാത്തും ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു നല്ല ജനനായകനാണ്. ഇനിയും അദ്ദേഹം തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി അദ്ദേഹം തന്നെ വരട്ടെ എന്നാണ്. ചേട്ടാ, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര്? ഉമ്മൻചാണ്ടി സാർ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹത്തിന്റെ പാവങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പാവങ്ങളുടെ സ്നേഹം. ജനങ്ങളുടെ നേതാവായിരുന്നു അദ്ദേഹം. പിന്നെ വന്ന മുഖ്യമന്ത്രി ഒന്നും അദ്ദേഹത്തിന്റെ അത്ര എത്തിയിട്ടില്ലേ ഇതുവരെ? ഇല്ല. പിന്നെ ഉണ്ട് ഇല്ല. ഇപ്പോഴത്തെ തോന്നുന്നത് ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാർ തന്നെയാണ്. അദ്ദേഹത്തെ പോലെ ഒരു മുഖ്യമന്ത്രി വരാനാണോ ഇനി ആഗ്രഹിക്കുന്നത്? കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറയുന്നത്? പിണറായി വിജയൻ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ? ഇതിനു മുന്നേ ഉള്ള മുഖ്യമന്ത്രിമാരാര് അത്ര ഉണ്ട്, പക്ഷെ എന്നാലും നല്ല ബോൾട്ടാ. മറ്റേ ഇതിന് മുമ്പ് ഇരുന്നില്ലേ നമ്മളെ ഉമ്മൻചാണ്ടി മരിച്ചു പോയില്ലേ, അങ്ങനെ ഓക്കെയാണ്. പക്ഷെ അങ്ങേര് കുറച്ചുകൂടെ താഴ്ന്ന സ്വഭാവമാണ്. ഞാൻ അങ്ങനെയല്ല, ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേര് ഉത്തരം പറയും. ഒരു ജനങ്ങളുടെ നേതാവാണോ നമ്മുടെ തീർച്ചയായിട്ടും പാവപ്പെട്ട ജനങ്ങളുടെ, നടുനിലയുള്ള ആൾക്കാരുടെ നല്ല ശക്തനായിട്ട് എന്ത് കാര്യത്തിലും അതാണ്. കരുത്തുറ്റ നേതാവാണ്. വീണ്ടും മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരട്ടെ എന്നാണ് ആഗ്രഹം. കട്ടി വരട്ടെ, അതന്നെ. ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്, സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. സൂപ്പറാ. അപ്പൊ പിണറായി വിജയൻ മുഖ്യമന്ത്രി. വെരി ഗുഡ്. ചേട്ടാ, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിട്ട് ചേട്ടന് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര്? കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അപ്പുറം ഒരുപാട് പേരുണ്ട്. മുഖ്യമന്ത്രിമാരില് കേരളത്തിന്റെ പിന്നെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് വേണ്ടി മാത്രം ഊന്നൽ നൽകിയ മുഖ്യമന്ത്രി ഒരുപാടുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്തൊക്കെ നമുക്ക് നോക്കുമ്പോൾ കേരളത്തിന്റെ പിന്നെ ഇത്തരം മേഖലയിൽ പിന്നെ തീരെ താല്പര്യമില്ലാതെ പിന്നെ വിശേഷ പ്രത്യേക പൊളിറ്റിക്സ് മാത്രം നോക്കിക്കൊണ്ടും രൂപത്തിലേക്കാണ് ഗവൺമെന്റിന്റെ എല്ലാ മേഖലയും കടന്നു പോകുന്നത്. ഇപ്പൊ സാമ്പത്തിക രംഗമായാലും ശരി, സാമൂഹിക രംഗമായാലും ശരി, എല്ലാ മേഖലയിലും. പിന്നെ ഈ വിലക്കയറ്റത്തിന് പോലും യാതൊരുവിധ നിയന്ത്രണവുമില്ല. അങ്ങനെ ഒട്ടുമിക്ക മേഖല എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും കേരളത്തിന് മൊത്തത്തില് അതേ രൂപത്തിൽ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ പിന്നെ അവസ്ഥയും ആ രൂപത്തിൽ തന്നെ. ഭാരതം ഭരിക്കുന്നവരാണെങ്കിലും ഇപ്പൊ കേരളം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിനൊരു മാറ്റം അനിവാര്യമാണ്.
എങ്കിൽ മാത്രമേ ഇവിടുത്തെ സാമ്പത്തിക രംഗം പോലും അല്പം മെച്ചപ്പെട്ട് വരികയുള്ളൂ. അതോടൊപ്പം തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. എന്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിരൂക്ഷമാണ്. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായേ പറ്റൂ. അല്ലെങ്കിൽ വരും തലമുറ ഇതിനു വേണ്ടി മറുപടി ചോദിച്ചു വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. എന്നാലും ചേട്ടൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാല് പേര് പറയാൻ ചോദിച്ചാൽ ഈ അടുത്ത കാലം നമുക്കൊക്കെ പരിചയമുള്ളവരാണ്. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഉമ്മൻചാണ്ടി സാറ്. ഉമ്മൻചാണ്ടി സാറൊക്കെ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രത്യേക ഊന്നൽ നൽകിയ ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഇ.കെ. നായനാർ ഉൾപ്പെടെയുള്ളവരൊക്കെ നമ്മൾ എണ്ണി പറയേണ്ടി വരും. അവരോടൊക്കെ ഇവിടുത്തെ ഭരണം കേരളത്തിന്റെ നന്മ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള ഒരു മുഖ്യമന്ത്രി പിന്നീട് വന്നിട്ടില്ല എന്ന് പറയാൻ സാധിക്കും? പിന്നീട് വന്നിട്ടില്ല. ഇനി അങ്ങനെ ഒരു മുഖ്യൻ വരാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോ ചോദിച്ചാൽ ഉണ്ടല്ലോ. അത് ജനങ്ങൾ തിരഞ്ഞെടുക്കണം. നമ്മള് പൊളിറ്റിക്സ് മാത്രം നോക്കാതെ ജനങ്ങളെ സേവിക്കുന്ന, ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് മുദ്ര പതിപ്പിച്ചവരെ നോക്കി തിരഞ്ഞെടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മളെ ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരം കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മുടെ മുൻകാലത്തിരുന്ന മുഖ്യമന്ത്രിമാരെ പോലെയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇനി അങ്ങനെ ഒരു നേതാവ് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക. ജനങ്ങൾ തീരുമാനിക്കട്ടെ, വീണ്ടും വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കേരളം കണ്ട മികച്ച മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന്റെ മറുപടികളാണ് ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നത് വരെ നന്ദി. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 2024. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ 2 2024 ഓഗസ്റ്റ് 25 ഞായറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1-ൽ വിഘ്നേശ്വര ഗ്രാനൈറ്റ്സ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2-ൽ ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.